എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ റേഷൻ കാർഡിൽ പുതിയ അംഗങ്ങളെ എങ്ങനെ ചേർക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് സമയം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് ചേർക്കാൻ പോകുന്നത് എൻ്റെ 2 കുട്ടികളെയാണ്. അപ്പോൾ ആ കുട്ടികളെ എങ്ങനെയാണ് റേഷൻ കാർഡിലേക്ക് ചേർക്കാം എന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അത് മാക്സിമം ഷെയർ ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ സിവിൽ സപ്ലൈസ് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ബട്ടൺ അമർത്തുക. അപ്പോൾ ഇതുപോലൊരു പേജ് കാണാൻ കഴിയും. ഇവിടെ ആദ്യം കാണുന്ന സിറ്റിസൺ ലോഗിൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ ഹോം പേജിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇവിടെ സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പേസ് കാണാം. അവിടെ നമ്മൾ യൂസർ നെയിമും പാസ്വേഡും അടിച്ചു കൊടുക്കുക. അതിന് താഴെയായിട്ട് കാണുന്ന ക്യാപ്ച ഒരു കള്ളിയിൽ കുറച്ച് അക്കങ്ങൾ കാണാം. ആ അക്കങ്ങൾ ആ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സൈൻ ഇൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആദ്യമായി സിവിൽ സപ്ലൈസിൻ്റെ സൈറ്റിൽ കയറുന്നവരാണെങ്കിൽ അവിടെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഭാഗത്തെ ക്ലിക്ക് ചെയ്ത് ഒരു യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ അക്കൗണ്ട് ഉണ്ടാക്കുന്ന വിധം നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാനത് പറയണില്ല. അത് സംശയമുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ച കൂടി എൻ്റർ ചെയ്തതിന് ശേഷം സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലുള്ളൊരു പേജാണ് കാണാൻ കഴിയുക. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് 3 ലൈൻസ് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ കാണുന്ന പേജിൽ ഇ സർവീസസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ആ ഡയലോഗ് ബോക്സിൽ 8 സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അതിനുശേഷം നോക്കൂ, ഇവിടെ സർവീസസ് ഫോർ ഫാമിലീസ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ രണ്ടാമത് കാണാം അഡീഷൻ ഓഫ് മെമ്പർ എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ റേഷൻ കാർഡിൽ മുഴുവൻ അംഗങ്ങളുടെ പേരും എല്ലാ വിവരങ്ങളും അവിടെ കാണാൻ കഴിയും. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റർ മെമ്പർ അഡീഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഹെഡിങ് കാണാം. അതിന് താഴെയാണ് നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത്. അതിലാദ്യം കാണാം സോഴ്സ് ഓഫ് അഡീഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ ആധാർ നമ്പർ എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് സർട്ടിഫിക്കറ്റ് നമ്പർ എന്ന് കാണാം. അവിടെ നമ്മളൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. അതിന് താഴെയായിട്ട് പേര് മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ടൊരു കീബോർഡ് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ താഴെയായിട്ട് പേര് ഇംഗ്ലീഷിൽ കൃത്യമായിട്ടുള്ള സ്പെല്ലിങ് വെച്ചിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് ജനനത്തീയതിയാണ് എൻ്റർ ചെയ്യേണ്ടത്. അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് വയസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് ആ കോളത്തിൽ വരും. പിന്നെ നമ്മൾ റിലേഷൻ എന്ന് പറയുന്ന ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ഈ ചേർക്കുന്ന ആളുമായിട്ട് റേഷൻ കാർഡ് ഉടമയ്ക്കുള്ള ബന്ധമാണ് സെലക്ട് ചെയ്യേണ്ടത്. അത് കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ജെൻഡർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. താഴെ തൊഴിൽ എന്ന് കാണാം. അവിടെ ഇപ്പം ഞാൻ കുട്ടികളെയാണ് അതിൽ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ വിദ്യാർത്ഥി എന്നാണ് എഴുതുന്നത്. പിന്നെ താഴെ മാസവരുമാനം എന്ന് പറയുന്ന കോളത്തിൽ 0 കൊടുക്കുക. അതിന് താഴെയായിട്ട് ഇലക്ഷൻ ID നമ്പർ കാണാം. അപ്പോൾ ഇത് കുട്ടികളായതുകൊണ്ട് അവർക്ക് ID നമ്പർ ഇല്ല. വലിയ ആൾക്കാരാണെങ്കിൽ ഇലക്ഷൻ്റെ ID നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ആധാർ നമ്പർ ഉണ്ട്. ആധാർ നമ്പറിൻ്റെ കോളത്തിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് താഴെയായിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണാം. അത് വായിച്ച് നോക്കിയിട്ട് നമ്മൾ അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അപ്ലിക്കേഷൻ സേവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് കാണാം. അവിടെ ഓക്കെ കൊടുക്കുക. ഞാനിവിടെ 2 കുട്ടികളെയാണ് ഇതിൽ ആഡ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് അപ്ലിക്കേഷൻ സേവ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടിയുടെ ഡീറ്റെയിൽസ് കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെയാണ് രണ്ടാമത്തെ ആളുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യേണ്ട 2 ആളുടെയും പേര് അവിടെ കാണാവുന്നതാണ്.
ഇനി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ചെയ്യാൻ പോകുന്നത്, ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് 2 ഡോക്യുമെൻറ്റ്സാണ് ഇവിടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കുട്ടികളായതുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം, അതേപോലെ തന്നെ ആധാറും വേണം. അതിനായിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു PDF നമ്മൾ റെഡിയാക്കി വെക്കണം, അതേപോലെ തന്നെ ആധാറിൻ്റെയും ഒരു PDF റെഡിയാക്കി വെക്കണം. അപ്പോൾ 2 PDF ഫയലുകളും 200 KB കൂടാൻ പാടില്ല. അതിൻ്റെ സൈസ് 200 KB കൂടാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി സെലക്ട് എ മെമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ 2 ആളുടെ പേരവിടെ കാണാം. അതിൽ ആരുടെയാണ് നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്യുന്നത് അവരുടെ പേര് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആദ്യത്തെ ആളുടെ പേരാണ് സെലക്ട് ചെയ്യുന്നത്. ഇനി ചൂസ് എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ സമ്മതപത്രം അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഞാൻ അതിൽ ആധാറാണ് സെലക്ട് ചെയ്യുന്നത്. എന്നിട്ട് താഴെ ബ്രൗസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിട്ടുള്ള ഫയൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം അറ്റാച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദി സർട്ടിഫിക്കറ്റ് ഹാസ് ബീൻ സേവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഡയലോഗ് ബോക്സ് കാണാം. അവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി വീണ്ടും ചൂസ് എ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ മറ്റു രേഖകൾ എന്ന് പറയുന്ന ഭാഗത്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബ്രൗസിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഇതുപോലെ 2 ആളുടെയും സർട്ടിഫിക്കറ്റ്സ് ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ളൊരു ഡയലോഗ് ബോക്സ് വരുമ്പോൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമ്മതപത്രത്തിൻ്റെ ഒരു ഫോർമാറ്റ് കിട്ടും. ആ സമ്മതപത്രം പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിൽ റേഷൻ കാർഡ് ഉടമ സൈൻ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് സമ്മതപത്രം അതിൽ അറ്റാച്ച് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് ചൂസ് എ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ സമ്മതപത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം അത് നമ്മുടെ ഫോണിൽ നിന്നും അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫൈനൽ സബ്മിഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും, ആർ യു ഷുവർ എന്ന് ചോദിച്ചിട്ട്. അത് പ്രൊസീഡ് വിത്ത് ഫൈനൽ സബ്മിഷൻ, യെസ് എന്നുള്ളത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ബോക്സ് വരും. ഓക്കെ കൊടുക്കുക. നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജും വരും. ഓക്കെ, ഇതോടുകൂടി നമ്മളുടെ സബ്മിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ 2 ആളുടെ പേര് ആഡ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ നമ്പറും കാണാൻ കഴിയും. അതിൻ്റെ സ്റ്റാറ്റസും നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ പുതിയ അംഗങ്ങളെ റേഷൻ കാർഡിലേക്ക് ചേർക്കാം എന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് നമ്മുടെ റേഷൻ കാർഡ് സ്മാർട്ട് കാർഡ് രൂപത്തിലാക്കാം. അതായത് ATM കാർഡിൻ്റെ രൂപത്തിലുള്ള PVC കാർഡാക്കി മാറ്റാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലുണ്ട്. അത് കാണാത്തവർ കാണുക. ഓക്കെ, ഇനി ഈ 2 സർവീസും, അതായത് നമുക്ക് ATM കാർഡ് രൂപത്തിലാക്കണമെങ്കിലും അതേപോലെ തന്നെ നമ്മൾ റേഷൻ കാർഡിൽ പുതിയ അംഗങ്ങളെ ചേർക്കാനൊക്കെ നമ്മൾ അക്ഷയ കേന്ദ്രങ്ങളാണ് സാധാരണ പോവാറ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് തന്നെ നമ്മുടെ മൊബൈലിൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ഇടാം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.